പ്രൊജക്ട് ഹെയിൽ മേരി കണ്ടു. നല്ല കിടിലം പടം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റെല്ലറില്ലേ, അത് ആ ഒരു പടത്തിൻ്റെ കൂടെ ഒരു ഏലിയനും കൂടി എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങനെയാണ് ഈ ഒരു പടം. സംഭവം നമ്മുടെ സൺ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സൂര്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഒരു പ്രത്യേകതരം ഒരു ഏലിയൻ ക്രീച്ചർ, ഒരു സ്പീഷീസ് കാരണം ഒരു സൺ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഷന് വേണ്ടിയിട്ട് നമ്മുടെ റയൻ കുട്ലർ പോകുന്ന വഴി വേറൊരു ഏലിയൻ സ്പീഷീസിനെ മൂപ്പർ കണ്ടുമുട്ടുന്നു. ഇവർ രണ്ടുപേരും കൂടി ടീമപ്പ് ആയിട്ട് പിന്നെ എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളതാണ് സിനിമ മെയിനായിട്ട് നമുക്ക് കാണിച്ചു തരാം. ആൻഡ് ഇത് തമ്മിലുള്ള ഇമോഷൻസ്, ഈ പറയുന്ന ആ ഒരു നമ്മുടെ മറ്റേ ഏലിയൻ ജാദുവും ഈ നമ്മുടെ റയൻ കുഗ്ലറിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ഇമോഷൻസ് പ്രോപ്പറായിട്ട് സിനിമയിൽ കൺവേ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു കോർ എലമെൻ്റ് എന്ന് പറയാം. അപ്പാർട്ട് ഫ്രം ആ ഒരു വിഷ്വൽ ട്രീറ്റിനേക്കാൾ കൂടുതൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബോണ്ട്, ഇവർ കണ്ടുകൂട്ടിയതിന് ശേഷമുള്ള ഒരു ബോണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് അഫക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് അത് അവർ തമ്മിലുള്ള കെമിസ്ട്രി നമുക്ക് കിട്ടുന്നുണ്ട്. സിനിമ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും ആവല്ലേ, അല്ലെങ്കിൽ രണ്ടുപേരും തിരിച്ചെത്തണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും അവരുടെ മിഷൻ സക്സസ് ആവണം എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമായിട്ട് സിനിമ മാറ്റിയെടുക്കുന്നുണ്ട് പോകെ. അതുകൊണ്ട് ആ ടൈം ഒരു സിനിമയിൽ എടുക്കുന്നുണ്ട്. ഒരു 2-2.5 മണിക്കൂറുണ്ട്. ഒരു വലിയ സിനിമയാണ്. സോ ഈ ഒരു ടൈം ഫുള്ള് നമ്മൾ ഇവർ മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഫ്ലാഷ് ബാക്കിൽ കുറച്ച് ഹ്യൂമൻസ് വരുന്നുണ്ടെന്നല്ലാതെ സിനിമ ത്രൂ ഔട്ട് മൂപ്പറുടെ ഒരു ഒറ്റ ഷോൾഡറിലാണ് ഈ ഒരു പടം, ഇതും ഈ ഒരു ഏലിയൻ ക്രീച്ചറും. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയാണ് സിനിമയെ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. അതിലെന്തെങ്കിലും ഒരു പാകപ്പഴം ഉണ്ടായിരുന്നെങ്കിൽ സിനിമ ഭയങ്കര അധികം ലാഗ് അടിച്ച് ബോറടിച്ച് പോയാലും. പക്ഷേ ഈ സിനിമ അങ്ങനെയൊന്നുമില്ല. നല്ല തറോലി എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ്. ആൻഡ് ഈ ഇമോഷൻസിലപ്പുറം ഈ സിനിമയുടെ മേക്കിംഗ് ഇറ്റ്സ് സോ ഗുഡ്. അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എടുത്ത് പറയേണ്ട എല്ലാമാണ്. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായിക്കോട്ടെ, ഇതിലെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, ഗ്രഫറസൊക്കെ പൊളിച്ചടിക്കുന്നുണ്ട്. നമ്മുടെ ഡ്യൂണിൻ്റെ സിനിമാറ്റോഗ്രഫറാണ് നമുക്കറിയാം. ഉപരി ഇതിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ടു ദി മാക്സ്, അതും ഗ്രീൻ സ്ക്രീൻ മാക്സിമം യൂസ് ചെയ്യാതെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഷിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ഒരു ഒറിജിനൽ ഷിപ്പ് പോലെ തന്നെ അവർ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല ആസ്പെക്ട്സും പല എലിമെൻറ്റുകളൊക്കെ തന്നെ. സോ ലോജിക്കലി ഒന്നും നോക്കരുത്. നമുക്കറിയാം സ്പേസ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന മാർഷ്യൻ ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, ഇങ്ങനത്തെ കുറേ നല്ല ക്വാളിറ്റി ഉള്ള സ്പേസ് മൂവീസ് ഉണ്ട്. ഇതുപോലെ ഇൻട്രസ്റ്റെല്ലർ, ഈ സിനിമ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റ വാക്കിൽ ഇതൊരാൾക്ക് സജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റെല്ലറിൽ കൂടെ ഒരു ഏലിയനും കൂടി വന്ന് അങ്ങനെ ഇരിക്കും. നമ്മൾ ഇതേപോലെ ഇൻട്രസ്റ്റെല്ലർ ഇതേ കഥ തന്നെയാണ്. ഇതേപോലെ നമ്മുടെ എർത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എർത്തിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലാനറ്റിൽ, അല്ലെങ്കിൽ വേറൊരു ഇൻഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് അന്വേഷിച്ച് ഒരു കൂട്ടം ആസ്ട്രോണറ്റ്സ് പോകുന്നതും അവർക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സിനിമയിൽ കാണിച്ചെങ്കിൽ, അതിൻ്റെ ഈ പറയുന്ന കോർ ഇമോഷൻ ഒരു അച്ഛൻ മകൾ ബന്ധമൊക്കെ അതായിരുന്നു അതിൻ്റെ മെയിൻ കോർ തീമെങ്കിൽ, ഇതിലതേപോലെ തന്നെ ഒരു ഏലിയൻ സ്പീഷീസും ഒരു ഹ്യൂമണും തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അവർ തമ്മിലുള്ള കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ഇമോഷൻസൊക്കെയാണ് ഇതിൻ്റെ ഒരു കോറാക്കി വെച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് സോ ഗുഡ്. സ്റ്റോറി വൈസ് ആയിക്കോട്ടെ, ഇമോഷണൽ വൈസ് ആയിക്കോട്ടെ, നമുക്കൊരു ടെക്നിക്കലിയും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഒരു പച്ച കളർ പ്ലാനറ്റിലേക്ക് പോകും. ടൈച്ചു അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടില്ലായിരുന്നു ആ സീക്വൻസുകളൊക്കെ. നമുക്കൊരു മിക്കതും ഐമാക്സിലൊക്കെ കാണേണ്ട സീക്വൻസ് എന്ന് തോന്നുന്നു. ഞാൻ ഐമാക്സിലല്ല കണ്ടത്, ഞാൻ നോർമൽ തിയേറ്ററിലാണ് കണ്ടത്. അവിടെ കണ്ടിട്ട് തന്നെ അങ്ങനെ ഒരു വൃത്തികെട്ട റേഷ്യോ ആയിരുന്നു കേട്ടോ. അത് എടുത്ത് പറയണം. ഇത് സംഭവം ഐമാക്സ് റേഷ്യോ ആയതുകൊണ്ട് തന്നെ സ്കോപ്പല്ല, ഇതൊരുമാതിരി കോപ്പ് റേഷ്യോ ആണ്. എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിൽ ബ്ലാക്ക് ബാർ, സൈഡിൽ ബ്ലാക്ക് ബാർ, അതിന് മേലെ ബ്ലാക്ക് ബാർ, ഒരു മുക്കിലൊക്കെയാണ് സ്ക്രീൻ കൊണ്ട് കിടക്കുന്നത്. അത് ഞാൻ കണ്ട തിയേറ്ററിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ഒരു പ്രോപ്പർ ഐമാക്സ് തിയേറ്ററിലൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. കാരണം അത്രയും വലിയ സ്പെക്ടക്കിളായിട്ടുള്ള കുറേ സാധനങ്ങൾ കാണിക്കുന്നത്. ഞാൻ സ്കോപ്പിൽ ചേഞ്ച് ഉണ്ട്. നമുക്കിപ്പോൾ എർത്ത് കാണിക്കുന്ന സീക്വൻസുകളിൽ സ്കോപ്പ് റേഷ്യോ വരും. ദെൻ നമ്മുടെ ഈ സ്പേസ് കാണിക്കുന്ന സമയത്തൊക്കെ തന്നെ വലിയ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു ഐമാക്സ് റേഷ്യോയിലേക്ക് മാറുന്നുണ്ട്. കൂടുതലും ഐമാക്സ് റേഷ്യോ ആണ്. അതിൽ ആ ഒരു സ്പേസ് സീനുകളൊക്കെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് അത് കൂടുതലായിട്ട് നമുക്ക് കാണിച്ചു തരാം. ആൻഡ് ഇവർ ഈ ഒരു ഏലിയൻ ഷിപ്പിന് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ അത് ഇതുവരെ ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല. ദെൻ ആ ഒരു ഏലിയൻ ക്രീച്ചറിന് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനും അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഈ കണ്ടുപിടുത്ത സാധനം തന്നെ റിപ്പീറ്റ് അടിക്കാണ്ട് പുതിയതായിട്ട് കുറേ സാധനങ്ങൾ ഇവർ ക്രിയേറ്റീവായിട്ട് കുറേ സാധനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്പേസ് മൂവീസ്, ഇതേ ടൈപ്പിലുള്ള സ്പേസ് മൂവീസ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ട് ഹെയിൽ മേരി എന്ന് പറഞ്ഞ പടം അതിൽ നിന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കാൻ ഇവർ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു 99% വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻജോയബിൾ റൈഡ് തന്നെയായിരുന്നു. 2.5 മണിക്കൂറും. ഇൻട്രസ്റ്റെല്ലർ കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അതേ സാധനം എടുത്ത് കുറച്ചും കൂടി എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ കുട്ടികളൊക്കെ അടക്കം കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ചും കൂടി ചാമിങ് ആയിട്ട് പ്ലീസിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും. അതേ മോഡലുള്ള പടം തന്നെയാണ്. സോ സ്പേസ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എൻജോയബിൾ റൈഡ് തന്നെയാണ്, നല്ലൊരു വാച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ സ്ക്രീനിൽ തരും. ഇതൊന്നും OTTയിലും മൊബൈലൊന്നും കാണേണ്ട പടമല്ല. മാക്സിമം തിയേറ്റേഴ്സിൽ പോവുക, പറ്റുമെങ്കിൽ ഐമാക്സിൽ തന്നെ പോവുക. ഇവിടെ ഐമാക്സ് റിലീസും കുറവാണെന്ന് തോന്നുന്നു. എൻ്റെ ഇവിടെ ആകെ ഞാൻ അടുത്ത് പോകാറുള്ളത് മറ്റേ ബ്രോഡ്വേ ഐമാക്സ് ആണ് കോയമ്പത്തൂരുള്ളത്. അവിടെ തന്നെ ഒരു ഒറ്റ ഷോയെ കൊടുത്തിട്ടുള്ളൂ, ഒരു 2 മണിയുടെ ഷോ. അത് പിന്നെ ഫുള്ള് ഹൗസ് ഫുൾ.
അതുകൊണ്ടാണ് കാണാണ്ടിരുന്നത്. കാരണം അവിടെ സീറ്റില്ല. മറ്റതൊക്കെ സാധാരണ ഇവർ ഈ ഐമാക്സിൽ തന്നെ എല്ലാവിടെയും എല്ലാ ഷോസും ഒക്കെ കൊടുക്കുന്നതാണ്. ഐ തിങ്ക് ദുരന്തറും മറ്റ് സിനിമകളൊക്കെ ഓടുന്നത് കൊണ്ടായിരിക്കും. ഇത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഇറങ്ങേണ്ട പടമാണ്. പുറത്തൊക്കെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിരുന്നു 19-ാം തീയതി. അതിൻ്റെ ഈ ക്ലാഷ് ഉള്ളതുകൊണ്ട് ഇറങ്ങാണ്ടിരുന്നതാണ്. ഈ ആഴ്ച വന്നപ്പോൾ നമുക്ക് ലിമിറ്റഡ് തിയേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ മാക്സിമം ബിഗ് സ്ക്രീനിൽ തന്നെ എൻജോയ് ചെയ്യുക. ഇത് വിട്ടിട്ട് ഇനി OTT-ലേക്ക് കണ്ടിട്ട് അയ്യോ ഇതൊക്കെയാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയതെന്ന് വെറുതെ ചലച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. ഇപ്പം ഉണ്ട്, തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യുക. ഒരു ട്രീറ്റ് തന്നെയാണ്, ഒരു വിഷ്വൽ ഓഡിബിൾ ട്രീറ്റ് തന്നെയാണ് പ്രൊജക്ട് ഹെയിൽ മേരി. അല്ല, കിടിലം പടം. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.